വിക്രമിനെ തോൽപ്പിക്കാനാവുമോ മലയാളത്തിലെ പയ്യന്മാർക്ക്? അയ്യേ വെല്ലാൻ മലയാളത്തിലെ യുവതാരങ്ങൾക്ക് കഴിയുമോ? വെള്ളിയാഴ്ച എല്ലാവരും തിയേറ്ററിൽ നടക്കുന്ന ഈ പോരാട്ടം കാണാൻ കാത്തിരിക്കുകയാണ്. വിക്രം നായകനായ ശങ്കർ ചിത്രമായ ഐ കേരളത്തിലെ തിയേറ്ററുകളിലെല്ലാം തകർത്തോടുകയാണ്. അതിനോട് മത്സരിക്കാനാണ് ഫഹദിന്റെ മറിയമുക്ക്, നിവിൻ പോളിയുടെ മിലി, പൃഥ്വിരാജിന്റെ പിക്കറ്റ് 43, ഇന്ദ്രജിത്തിന്റെ രസം എന്നീ ചിത്രങ്ങൾ എത്തുന്നത്. വിക്രമിന്റെ ആക്ഷൻ ത്രില്ലറെ നേരിട്ട് വിജയം നേടാൻ ഇതിൽ ഏത് യുവതാരത്തിന് കഴിയുമെന്നാണ് അറിയേണ്ടത്. കേരളത്തിൽ നിന്ന് 3 കോടി രൂപയാണ് ഐ ആദ്യ ദിവസം തന്നെ നേടിയത്. എല്ലാ പ്രധാന സെന്ററുകളിലും 3 തിയേറ്ററുകളിലും ചിത്രം കളിക്കുന്നുണ്ട്. 5 കോടി രൂപയ്ക്കാണ് കേരളത്തിൽ വിതരണമെടുത്തിരിക്കുന്നത്. 243 തിയേറ്ററുകളിലായാണ് ചിത്രം കളിക്കുന്നത്. അവയെല്ലാം ഹൗസ്ഫുള്ളുമാണ്. കണ്ടവർ തന്നെ വീണ്ടും ചിത്രം കാണുന്നുണ്ട്. ലോകമെങ്ങും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രം. ഇങ്ങനെയൊക്കെ സ്റ്റഡി കളക്ഷൻ നിൽക്കുന്നതിനിടെയാണ് മലയാളത്തിലെ 4 ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നത്. ആത്മഹത്യാപരമാണ് ഇപ്പോഴത്തെ റിലീസിംഗ് എന്ന് പറയേണ്ടതില്ല. നല്ല പേര് ആദ്യ ഷോയിൽ തന്നെ ലഭിച്ചില്ലെങ്കിൽ തിയേറ്റർ ഉടമകൾ ചിത്രം മാറ്റി വീണ്ടും ഐ തന്നെ പ്രദർശിപ്പിച്ചേക്കും. നിവിൻ പോളിയുടെ മിലിയാണ് ഈ 4 ചിത്രങ്ങളിൽ ഏറെ പ്രതീക്ഷ പുലർത്തുന്നത്. ട്രാഫിക്കിന് ശേഷം രാജേഷ് പിള്ള സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അമല പോളാണ് നായികയാകുന്നത്. സനുഷയാണ് മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അഭിനയിച്ച എല്ലാ ചിത്രവും ഹിറ്റാക്കിയെന്നാണ് നിവിൻ പോളിയുടെ പ്രത്യേകത. അതുതന്നെയാണ് ചിത്രത്തിന് ലഭിക്കുന്ന പ്ലസ് പോയിന്റും. ഫഹദ് ഫാസിലിന്റെ വ്യത്യസ്തമായൊരു മുഖമാണ് മറിയമുക്കിൽ കാണുന്നത്. ക്ലാസ്മേറ്റ് എന്ന ഹിറ്റ് ചിത്രത്തിന് കഥ എഴുതിയ ജെയിംസ് വാൽബട്ടിന്റെ തന്നെയാണ് കഥയും തിരക്കഥയും സംവിധാനവും. കടലിന്റെ പശ്ചാത്തലത്തിലൊരുങ്ങുന്ന പ്രണയകഥയാണിത്. കാശ്മീരിലെ ബോർഡറിൽ ജീവിക്കുന്ന പട്ടാളക്കാരുടെ കഥയാണ് പൃഥ്വിയുടെ പിക്കറ്റ് 43. മേജർ രവി മോഹൻലാലിനെ അല്ലാതെ ഒരുക്കുന്ന രണ്ടാമത്തെ ചിത്രമാണിത്. പൂർണ്ണമായും കാശ്മീരിലാണ് ചിത്രീകരണം. ജാവേദ് ജഫ്രിയാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇന്ദ്രജിത്ത് നായകനാകുന്ന രസം രാജീവ് നാഥാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു പാചകക്കാരന്റെ മകന്റെ കഥയാണിത്. മോഹൻലാൽ അതിഥി താരമായി അഭിനയിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലാലായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. 4 പേർക്കും വിക്രമിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു സംഭവമാകും.